സിനിമയിൽ മീര ജാസ്മിനാണ് വീണയുടെ വേഷത്തിൽ. പ്രതീക്ഷിച്ചതിൽ നിന്നും വഴിമാറിയപ്പോൾ വീണയുടെ ജീവിത സഞ്ചാരപഥങ്ങൾ തീക്ഷ്ണവും സംഘർഷഭരിതവുമാകുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ശ്രീ വിളിച്ചു, ഞാൻ പാടാൻ പോവാ. നിന്റെ ശബ്ദത്തിനു വേണ്ടി ലോകം കാതോർക്കുന്നൊരു നാൾ കലണ്ടറിൽ ആ ദിവസം എഴുതി ചേർക്കാൻ എനിക്ക് കഴിയും. സത്യസന്ധമായ ജീവിതത്തിന്റെ പ്രതീകമായ അഗ്രഹാരത്തിലെ കുടുംബത്തിൽ നിന്ന് ഗായികയാവാൻ നഗരത്തിലെത്തിയ നിഷ്കളങ്കയായ പെൺകുട്ടി വീണ. മനസ്സിൽ സംഗീതത്തിന്റെ പാലാഴിയുണ്ടെന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന സംഗീതജ്ഞനും ഗുരുവുമായ ഉസ്താദ്. മീര ജാസ്മിൻ വീണയുടെ വേഷത്തിലെത്തുമ്പോൾ നെടുമുടിയാണ് ഉസ്താദ്. എന്നിട്ടും റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്ന അനവധി ശബ്ദങ്ങളിൽ ഒന്നുമാത്രമായി മാറിയ വീണയുടെ സംഗീതം പിന്നെ അലച്ചിൽ എത്തിയത് അമീറിന്റെ മുന്നിൽ. നീ വലിയ പിന്നണി ഗായികയാവണം. അതിന് നല്ല ശബ്ദം മാത്രം പോരാ, പ്രൊമോട്ട് ചെയ്യാനും സംരക്ഷിക്കാനും ആളുണ്ടാവണം. വലിയ ഗായികയാകാനുള്ള വീണയുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ വിതറി വളർത്തി അമീർ. വീണ തന്റെ രക്ഷകനെ അമീറിൽ കണ്ടു. അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ആ തീരുമാനം വീണ എന്ന ഗായികയുടെ ജീവിതത്തിലുണ്ടാക്കിയ പരിണാമങ്ങൾ വാക്കുകൾക്കതീതമാണ്. കാമുകിയായി, ഭാര്യയായി, അമ്മയായി വീണ മാറുമ്പോൾ ശബ്ദം ഉടഞ്ഞു. മനസ്സ് ശ്വാസത്തിനായി വിലപിച്ചപ്പോൾ സ്വന്തം സ്ത്രീത്വം വീണ്ടെടുക്കാനുള്ള വീണയുടെ പോരാട്ടം. മനസ്സിന്റെ താളം തെറ്റുമെന്ന അവസ്ഥയിൽ ഒരു കൈ സഹായവുമായെത്തിയ ഡോക്ടർ റസിയ. അവർ ഒന്നിക്കുകയായിരുന്നു. അവർ തിരിച്ചറിയുകയായിരുന്നു. ഒടുവിൽ തന്നിൽ മരിച്ചു വീണ സംഗീതത്തെ പാട്ടിലൂടെ വീണ്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ശബ്ദത്തിനായി ലോകം കാതോർത്തുനിന്ന നിമിഷങ്ങൾ. ഡോക്ടർ എ കെ പിള്ള നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര ബാബുവാണ്. ONV എഴുതിയ വരികൾക്ക് ഈണം പകരുന്നത് ഡോക്ടർ സുരേഷ് മണിമലയാണ്. അഴകപ്പനാണ് ക്യാമറാമാൻ. മനോജ് കെ ജയൻ, ജഗതി ശ്രീകുമാർ, ജഗദീഷ്, പ്രേംകുമാർ, കൃഷ്ണകുമാർ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. സ്നേഹിച്ചവരെല്ലാവരെയും ഞാൻ ഇനി